ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും അതുപോലെ തന്നെ ഇന്ദ്രനെയും ഒക്കെയാണ്. അപ്പം സേതു അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. ഇന്ദ്രനാണെങ്കിൽ നമ്മുടെ നിരഞ്ജനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സഹായിക്കണം, ഇത്ര ചെറിയൊരു സഹായം ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ കൊടുത്തു. പാമ്പ് പാമ്പ് എന്ന് പറയണം, അത്ര മാത്രം എന്ന് പറഞ്ഞു. എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ, നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു ഇവളെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോയി നിന്ന് ഇവ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് നിരഞ്ജന സമ്മതിച്ചു കേട്ടോ. അവസാനം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് നമ്മുടെ സേതു കയറി വരുന്നത്. അപ്പൊ സേതു കയറി വന്നോണ്ട് തന്നെ നിരഞ്ജന ഇങ്ങനെ നിൽക്കുവാണ്. ചായ ആയിട്ടാണ് കേട്ടോ ആള് വരുന്നത്. അതെ, പാമ്പ് പാമ്പ് എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും അതെ ടോയ്ലറ്റില, ലേഡീസ് ടോയ്ലറ്റില എന്ന് പറഞ്ഞു. അപ്പത്തേനും വേഗം തന്നെ സേതു, അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ ഇവളിങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തേനും പാവം തോന്നി. സേതു വേഗം നിക്ക, ഞാനൊരു വടി എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പുറത്ത് ചാടിപ്പോയി വടിയൊക്കെ എടുത്തിട്ട് ആൾ ഓടി വരികയാണ്. ഇവരും നിരഞ്ജനോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞ ഇവളെ വിളിച്ചപ്പോഴത്തേനും ഇവള് കൂടെ പോയില്ല കേട്ടോ. ഇവള് ആകെ ഇതായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അപ്പുറത്തേക്ക് മാറി വേഗം തന്നെ സേതു ബാത്റൂമിന്റെ ടോയ്ലറ്റിലേക്ക് കയറി. അപ്പൊ ഇതിനകത്ത് വേറെ പെൺകുട്ടികളുണ്ടായിരുന്നു. അയ്യോ ഇയാൾ എന്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് ഇവര് വേഗം പുറത്തേടി. ശേ, ഇയാൾക്ക് ഒരു മാനേഴ്സും ഇല്ലേ, എന്താ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇന്ദ്രൻ ഓടി വന്ന ബാത്റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. ആ വൃത്തികെട്ടവൻ ആ സ്വഭാവം എവിടെയും കാണിച്ചോ, അവന്റെ സ്ഥിരം പരിപാടി ചെയ്ത. അതെ, ശരിക്കും പാമ്പിനെ നോക്കാനെന്ന് പറഞ്ഞ ഒരു വടി കൊണ്ട് അകത്ത് കയറ്റുക. എന്നിട്ട് അതാകുമ്പോ ആരും സംശയിക്കില്ലല്ലോ. വെറുതെ നമ്മുടെ സഹോദരിമാരുടെ മാനത്തിന് വില പറഞ്ഞ അവനെ വെറുതെ വിടാൻ പാടില്ല. സേതു വന്നിട്ട് തുറക്ക് എന്ന് പറഞ്ഞു. ഒന്ന് തുറന്നേ. അപ്പൊ ഇന്ദ്രൻ പുറത്ത് വന്നിട്ട്, എടാ അങ്ങനെ തുറക്കാനോ, ഇനി നീ അവിടെ കിടക്ക. അതെ എടോ, തുറക്കാനാ പറഞ്ഞത്, കഥ തുറക്കണം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കഥ തുറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രന്റെ കെണിയില് സേതു വീണു പോയിട്ടോ. അവിടെ കിടക്ക, സ്ത്രീകളുടെ വാഷ്റൂമിൽ കയറിയുള്ള ശിക്ഷ എന്താന്ന് നീ അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ സേതു പെട്ടു എന്നോ സേതുവിന് മനസ്സിലായേ. കഷ്ടം തന്നെ ഇവന്റെ കാര്യം എന്ന് ഇന്ദ്രന്റെ ഭയങ്കര അഭിനയം തകർക്കാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പല്ലവിയും ആനി ടീച്ചറോട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വേഗം സ്വാതി അങ്ങോട്ടേക്ക് വന്നിട്ട്, ആനി ടീച്ചറെ എന്ന് വിളിച്ചു. എന്താ 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 സ്വാതി എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ സ്വാതി, ആണുങ്ങളായാൽ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു. ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ ഇവിടെ വെക്കേഷൻ ക്ലാസ് തുടങ്ങാൻ, ഇനി അനുഭവിച്ചോ എന്ന് പറഞ്ഞു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. ക്യാൻറ്റീൻ നടത്താൻ വന്നില്ലേ ഒരാള്, ഒരു രക്ഷകൻ, അയാളതെ പെൺകുട്ടികളുടെ വാഷ്റൂമിൽ കയറി, ഇപ്പൊ വേണ്ട അതിനകത്ത് പൂട്ടിയിരിക്കുക അയാളെ എന്ന് പറഞ്ഞു. പോലീസ് വന്നിട്ടേ തുറക്കുള്ളൂ എന്നൊക്കെയാ പറയണ കേട്ടത്. നടത്താൻ വന്നവനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് നമുക്കൊക്കെ കാണാമെന്നേ, കൺകുളർക്കെ സംസ്കാരമില്ലാത്ത വർഗം, അതെങ്ങനെയാ അത്രക്കാരുമായിട്ടല്ലേ കൂട്ട്, പിന്നെ എങ്ങനെ വരാനാ എന്ന് ചോദിച്ചു. ഇത് കേട്ട് പല്ലവിക്ക് ആകെ ടെൻഷനായി. പല്ലവി നേരെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ. അതെ, ഇവൻ പറയുന്ന വിശ്വസിക്കല്ലേ, ദേ ഇവൻ പറയുന്ന കള്ളത്തരവാ, ഞാൻ പറയാം, ഒന്ന് വാതിൽ തുറക്ക. പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ കയറി എന്ന് പറഞ്ഞ് നിന്നെ കെട്ടിയിട്ടിരിക്കണം നിന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നീ പോലീസ് പറഞ്ഞോളും നിരപരാധിയാണോ അല്ലയോ എന്ന്. എന്ത് ചെയ്യും, സേതുവിന് ആകെ ടെൻഷനായി. അപ്പോഴേക്കും നമ്മുടെ പ്രിൻസിപ്പളും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ എന്താ സർ എന്ന് ചോദിച്ചു. സർ, ദേ സേതു മാധവൻ ലേഡീസ് ടോയ്ലറ്റിൽ കയറിയിരിക്കുക സർ എന്ന് പറഞ്ഞു. നാണക്കേട് അതായിപ്പോയി പ്രിൻസിപ്പളിന്. സർ, ദേ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇവരെല്ലാവരും അകത്തുള്ളപ്പോഴാ സർ അവരും കയറിയത് എന്ന് പറഞ്ഞു. ടീച്ചർ വാ എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവിയും ആനി ടീച്ചറോട് അങ്ങോട്ടേക്ക് എത്തി. ടീച്ചറുടെ ഫ്രണ്ട് മറ്റേ സ്വഭാവം കാണിച്ചു, ഞാൻ ആയതുകൊണ്ട് പിടിച്ച് പൂട്ടിയിടാൻ പറ്റിയിട്ടുണ്ട്, ദേ അകത്ത് കിടപ്പുണ്ട്, ഇനി പോലീസ് വരട്ടെ, ബാക്കി അവര് തീരുമാനിച്ചോളും, പോലീസ് വന്നാൽ അവര് കേസെടുത്തോളും, എന്നിട്ട് അന്വേഷിച്ചോളും. കോളേജിൽ സ്ത്രീകളുടെ വാഷ്റൂമിൽ കയറിയ കോളേജ് നടത്തിപ്പുകാരൻ അറസ്റ്റിൽ, അങ്ങനെയായിരിക്കും നാളത്തെ വാർത്ത. സ്ത്രീപീഡനമാ വകുപ്പ്, പത്രക്കാരും ഓൺലൈൻകാരും എടുത്തിട്ടങ്ങ് അലക്കിക്കോളും, പിന്നെ ഒന്നും നോക്കണ്ടെന്നേ, ചമ്മിയ മുഖം കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഡോറ് തുറന്നോട്ടോ. അപ്പൊ വേഗം തന്നെ പെട്ടെന്ന് എന്താ പറയാ സേതു പുറത്തിറങ്ങിയിട്ട്, അയ്യോ സർ ഞാനൊന്നും ചെയ്തിട്ടില്ല, പല്ലവി ഞാനൊന്നും ചെയ്തിട്ടില്ല, ദേ ഈ കുട്ടിയാ അതെ പാമ്പുണ്ടെന്ന് പറഞ്ഞ അകത്തുണ്ടെന്ന് പറഞ്ഞത്, അങ്ങനെയാ ഞാൻ അകത്ത് കയറിയത്. അയ്യോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല സർ, ഞാൻ ഇയാളായിട്ട് കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാ പാമ്പെന്നൊക്കെ ഞാൻ പറയുന്നത്, ഇയാൾ പറയുന്നത് ഭയങ്കര നുണയാ സാറേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഇന്ദ്രൻ, സാറേ ഇതിവന്റെ സ്ഥിരം കലാപരിപാടിയാ, പല സ്ഥലത്തുനിന്നും ഇതേ കേസിൽ ഇവനെ പിടിച്ചിട്ടുണ്ട് സാർ, അതുകൊണ്ട് മാനസിക രോഗമാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഒളിഞ്ഞു നോട്ടം, ആ രോഗമുള്ള ഒരു മാനസിക രോഗിയാണ് ഇത് ഈ പറയുന്ന ഈ സേതു മാധവൻ,
അതുകൊണ്ട് പോലീസിനെ വിളിക്കുക, അതാ നല്ലത്, അല്ലെങ്കിൽ കോളേജിന്റെ മാനം പോകും സാർ. ശരി, കോളേജിൽ നിന്ന് പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞു. വരട്ടെ സാർ, പോലീസിനെ വിളിക്കാൻ വരട്ടെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പല്ലവി. ഇനി എന്ത് സംശയം? കൈയോടെ പിടികൂടിയിരിക്കല്ലേ, പിന്നെന്താ സംശയം? പോലീസിനെ വിളിക്കുക. പോലീസ് വരട്ടെ സാർ എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് പോവാണ്, ഒന്നെങ്കിൽ സത്യം തെളിയണം, അല്ലെങ്കിൽ പോലീസ് വരട്ടെ, രണ്ടിലേതെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ ആ പോലീസ് വന്നാൽ നാണക്കേട്. എന്ത് വേണോന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങ് തീരുമാനിക്കുക. അതുവരെ താൻ തൽക്കാലം പോകണ്ട, താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സേതുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് പ്രിൻസിപ്പള്. അപ്പൊ ഇന്ദ്രന് ഭയങ്കര സന്തോഷം. അപ്പൊ ഇങ്ങനെ നിന്നിട്ട്, എന്താ ടീച്ചറെ, ആ കൊച്ചിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, പ്രാണനെ പോലെ ഇഷ്ടപ്പെട്ട് കൂടെ കൊണ്ടു നടക്കുന്ന കൂട്ടുകാരൻ ഇത്ര ഒരു സ്വഭാവ വൈകല്യമുള്ളവനാണെന്ന് അറിയുമ്പോ ഏതൊരു സ്ത്രീയും പതറിപ്പോലെ. എന്റെ ടീച്ചറെ, സത്യത്തെ അംഗീകരിക്കാൻ ആദ്യം പഠിക്കുക. സേതുമാധവൻ ഒരു മനോരോഗി അല്ലേ? അതെ എന്ന് പറഞ്ഞു എല്ലാവരും. സ്ത്രീകളുടെ മുറിയിൽ കയറി പതുങ്ങിയിരുന്നാല് അവന്റെ അതാ ജോലി. അപ്പൊ ഇങ്ങനെ കുറേന്നിട്ട് കൂടുതലൊന്നും ഞാൻ പറയണില്ല, എന്നാലും എല്ലാവർക്കും മനസ്സിലായല്ലോ അവൻ ആരാണെന്ന്. സേതുമാധവൻ ആരാണെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. സ്വന്തം ഭാര്യയുടെ മുന്നില് കാമുകിമാരുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നതല്ലേ തന്റെ ഒരു സംസ്കാരം. അത്രയ്ക്ക് തരം താഴ്ന്നിട്ടില്ല സേതു, അതുകൊണ്ട് താഴുകയില്ല. അപ്പൊ ഇപ്പൊ നടന്നതോ, അതിനർത്ഥം എന്താ? അത് ഞാൻ തെളിയിക്കും, അതിനൊരു സംശയം വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന്. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു നീരജിന്റെ അടുത്തേക്ക്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? ഇല്ല മിസ് എന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ? വാഷ്റൂമിൽ പാമ്പുണ്ടെന്ന് സേതുവിനോട് പറഞ്ഞത് നീ അല്ല അല്ലേ? നീ പറയുന്നതാണോ സേതുവേട്ട പറയുന്നതാണോ ശരിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ഒന്ന് പോകാം എന്ന് പറഞ്ഞു. എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല ടീച്ചർ. ഞാൻ ഈ കോളേജിലെ ടീച്ചറാണ്. ഈ നിൽക്കുന്നത് മുഴുവൻ എന്റെ സ്റ്റുഡൻസ് ആണ്. ഇവർക്കൊരു നാണക്കേടുണ്ടായാൽ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടത് എന്റെ ബാധ്യതയാ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞു. അത് തടുക്കാൻ നിങ്ങൾ നല്ല ഒരുത്തനും സാധിക്കില്ല. മാറി നിൽക്കാൻ ടീച്ചറെ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയും വലിച്ചുകൊണ്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുകയാണ് പല്ലവി. അപ്പൊ വേഗം തന്നെ, അതെ അതെ അവൻ കയറിയത് നിങ്ങൾ കണ്ടതല്ലേ എന്നിങ്ങനെ ഇവനോട് ചോദിക്കാണ്. പല്ലവി നേരെ എന്നിട്ട്, സാർ ഇവക്കറിയാൻ നടന്നത് മുഴുവൻ, അതുകൊണ്ടാണ് ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു പ്രിൻസിപ്പളിന്റെ റൂമിൽ. അപ്പൊ സേതു അവിടെ നിൽപ്പുണ്ട്. സത്യം പറയുന്നോ അതോ ഞാൻ CCTV ഫൂട്ടേജ് നോക്കണോ എന്ന് ചോദിച്ചോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞു. സാർ CCTV ചെക്ക് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ സാർ. എന്താണെങ്കിലും നിന്നെ പോലുള്ള മനുഷ്യര് ചതിയും നുണയും ഒക്കെ പറയും. ടെക്നോളജി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ, നോക്കണം എന്ന് പറഞ്ഞു. അവസാനം എടുത്തു വെച്ച് നോക്കുകയാണ്. അപ്പൊ കണ്ടു സേതുവിനോട് പറയുന്നതും സേതു പോകുന്നതും എല്ലാം കണ്ടു കേട്ടോ. അപ്പൊ സോറി സാർ എന്ന് പറഞ്ഞു. ഇനിയും സത്യം നീ പറഞ്ഞില്ലെങ്കിൽ പോലീസിനെ വിളിക്കും, ചോദ്യം ചെയ്യാൻ പോണത് അവരായിരിക്കും. സാർ സോറി സാർ, ക്ഷമിക്കണം, ഞാൻ ആ തെറ്റ് ചെയ്തത് ചതിക്കായിരുന്നു സേതുവിനെ, അത് പിന്നെ മനഃപൂർവ്വം ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലായി. നിനക്ക് സേതുവണ്ണുമായിട്ട് ഈ ദേഷ്യം തോന്നാനായിട്ട് ഒരു സാഹചര്യമില്ല. അങ്ങനെ മറ്റൊരാൾ നിന്റെ പുറകിലുണ്ട്. ആരാ അത്? സത്യം പറയടി എന്ന് ചോദിച്ചോ. ആരാ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്? അത് പിന്നെ മേഡം എന്ന് പറഞ്ഞു കേട്ടോ. ഇന്ദ്രജിത്ത് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ സേതുവേട്ടനുമായിട്ട് എനിക്ക് യാതൊരു ദേഷ്യവും ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി, സേതുവിനും മനസ്സിലായി. അപ്പൊ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലായി. അപ്പൊ വേഗം തന്നെ HMന്റെ നേരെ തിരിച്ചിട്ട് പല്ലവി, സാറിനോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നതാ ഈ കാര്യങ്ങളൊക്കെ, കേട്ടല്ലോ അല്ലേ സാറ്? സാറിനിപ്പൊ എന്ത് തോന്നുന്നു? അയാളെ ഈ കോളേജിൽ കേറ്റരുതെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ സാറിന് പ്രധാനം അയാൾ തരുന്ന സംഭാവനയായിരുന്നു. പക്ഷെ 1,00,000 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ ചീത്തപ്പേര് കൂടി അയാൾ വാങ്ങിത്തരും കോളേജില്. മനസ്സിലായോ സാറിന് എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടുന്നില്ല. കാശ് പ്രധാനം ഒക്കെ തന്നെയാ സാർ, പക്ഷെ അതുപോലെ തന്നെ പ്രധാനമാ ഒരു സ്ഥാപനത്തിന്റെ ഗുഡ് വില്ലും പിന്നെ മാന്യതയും. അത് എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല സാർ. അത് സാറിന് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് പല്ലവി അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതുവിനോട് പ്രിൻസിപ്പള്, ഐ എം റിയലി സോറി സേതു, ഐ എം എക്സ്ട്രീംലി സോറി, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞാൻ സേതുവിനോട് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു സേതു മീശയൊക്കെ പിരിച്ചങ്ങ് പുറത്തേക്ക് ഇറങ്ങി. ഇനി സേതുവിന്റെ ഊഴാണ്. അപ്പൊ നേരെ ചെല്ലുന്നത് ഇന്ദ്രന്റെ അടുത്തേക്കാ. അപ്പൊ ഇന്ദ്രൻ അവനെ ഡിസ്കസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്ത് ചെയ്യാനാടാ, നിന്നെ ഞാൻ ഇപ്പൊ പ്രതീക്ഷിച്ചതേ ഉള്ളൂ. അതെ, അതാ ഇവിടെ തന്നെ നിന്നത്. സസ്പെൻഷൻ അടിച്ച് കൈ തന്നായിരിക്കും അല്ലേ സേതു? അപ്പൊ എന്ത് ചെയ്യാനാടാ,
പക്ഷെ നിന്നെ പുറത്താക്കാനായിട്ട് ഇതല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ലെന്നേ. അത് മാത്രമല്ല, ദേ കുറച്ച് ചീപ്പായി പോയെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ആവശ്യം നടക്കണ്ടേ, അതിനു വേണ്ടിട്ട് മാത്രമാണ്. അതിനിപ്പോ നിന്റെ ആവശ്യം നടന്നു അല്ലേ? ഇനി എന്റെ ഊഴ അതെന്താന്ന് ഞാൻ കാണിച്ചു തരട്ടെ. നീ ഇപ്പൊ ചെയ്ത പോലൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ നല്ല നട്ടലുള്ള ആണായോണ്ട് നേർക്ക് നേർ നിന്ന് തല്ലും, അത്രേ ഉള്ളൂ. സിമ്പിൾ. തടുക്കാമെങ്കിൽ നീ തടുക്കട എന്ന് പറഞ്ഞു. ഇവനിട്ട് എടുത്തിട്ട് ചാമ്പാണ് കേട്ടോ രണ്ടുപേരുടെ. അപ്പൊ കോളേജ് പിള്ളേർ വന്ന മിത്രനോടും അതുപോലെ തന്നെ ഹരിയോടും ഒക്കെ പറയണം, അതെ സേതു മാധവനും ഇന്ദ്രജിത്തും അവിടെ പൊരിഞ്ഞടിയാ. എവിടെയാന്ന് ചോദിച്ചപ്പോ ഗ്രൗണ്ടിലാന്ന് പറഞ്ഞു. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കമ്പും കൂടെ എടുത്തിട്ടാണ് ഇവന്മാർ അങ്ങോട്ടേക്ക് ചെല്ലണത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാണ് കേട്ടോ. ഈ സമയത്താണ് പല്ലവി അവിടെ വന്നിട്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതാ സേതുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഈ വടി അങ്ങിട്ട് കൊടുത്തു സേതുകൊണ്ട് അടിച്ചപ്പത്തേനും. അപ്പൊ സേതു ഈ വടി കൊണ്ട് ഊടുപാടാവട്ടെ തല്ലി കേട്ടോ. ഇപ്പത്തേനും പല്ലവി വന്നിട്ട് വേണ്ട സേതുവേട്ടാ നിർത്ത എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി പറഞ്ഞപ്പോ വേഗം നിർത്തി. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് മാർക്കറ്റ് ആണെന്നാണോ കോളേജ് ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണത്? അതെ ഇവിടെ ചന്തയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഇന്ദ്രൻ ചെന്നിട്ട് സാർ കണ്ട സാറേ, ഇവനാ സാറേ എന്നെ തല്ലിയത് എന്ന് പറഞ്ഞു. തല്ല് കിട്ടേണ്ട ഒരു വൃത്തികേട് കാണിച്ചാൽ ആരാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും തല്ലും. മതി, ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ട് രണ്ടുപേരെയും ഇനി ഈ കോളേജ് കണ്ടുപോവരുത് എന്ന് പറഞ്ഞു. എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ സാർ. അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു ഇന്ദ്രൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞു. ഉടനെ ഇന്ദ്രൻ വേണ്ട, ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. ഇനി നീ മിണ്ടരുത്. എന്റെ തീരുമാനം അന്തിമമാണ്. ഇനി ഇത് മാറില്ല. രണ്ടുപേരും ഈ കോളേജിന്റെ ക്യാമ്പസിൽ കോമ്പൗണ്ടിൽ പോലും കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞ് രണ്ടിനെയും അടിച്ചവിടുന്ന് ഇറക്കി വിടുകയാണ്. നമ്മൾ കാണുന്നത് സ്വാതിനെയാണ്. സ്വാതിയും ഋതുവും അച്ചുകൊണ്ട് പൂർണിമാമയോട് വന്ന് കാര്യം പറയുകയാണ്. അമ്മേന്റെ തീരുമാനം എന്താ എന്നിങ്ങനെ ചോദിച്ചു. അതിനിപ്പോ എന്താ, ഇന്ദ്രജിത്ത് തല്ലുകൊളുത്തരം കാണിച്ചാൽ പിന്നെ തല്ലു കൊള്ളുമല്ലോ, തല്ലു കൊടുക്കുമല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അച്ചു. അയാൾ ആരെ ഗുണ്ടയോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ പിന്നെ അതിനിപ്പോ അമ്മ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ചേച്ചി മിണ്ടണ്ട, ആ കോളേജിൽ പഠിക്കണത് ഞാനാ. അതെ, ഇത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തനായി എന്റെ ഏട്ടൻ എന്നറിഞ്ഞാല് എന്റെ അവസ്ഥ എന്താവുന്ന നിങ്ങൾ എല്ലാരും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനേ അങ്ങനെയുള്ള ഒരാളുടെ മോല്ല. തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ എനിക്ക്? ഞാനേ അന്തസ്സും അഭിമാനവും ഉള്ള അഭിമാനിയായുള്ള മാധവ മേനോന്റെ മോള എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അല്ലാതെ മുണ്ടും മടക്കി കുത്തി ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ തല്ലുണ്ടാക്കുന്ന ഒരു കവലച്ചട്ടപ്പിയുടെ പെങ്ങളല്ല ആ മേൽവിലാസം. അത് തൽക്കാലം എനിക്കും വേണ്ട, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ മിണ്ടാ നിൽക്കുകയാണ്. അച്ഛന്റെ വിൽപത്രം കാണുക സകല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അമ്മ ഇതിൽ ഇടപെടുന്നില്ല, മിണ്ടാതിരുന്നാൽ ഞങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റണ്ടാവും. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചു. അമ്മ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് നാണം കെടാൻ വയ്യ. ഞങ്ങളുടെ കാര്യത്തിലൊന്നും അയാളെ ഇടപെടരുത്. അയാൾ അയാളുടേതായ ജീവിതത്തിൽ പോയിക്കോണം എന്ന് പറഞ്ഞു. അയാളെ ഏൽപ്പിച്ച ജോലി മാത്രം അയാൾ ചെയ്താൽ മതി. പന്തൽ പണിയാൻ വന്നവൻ അത് മാത്രം ചെയ്തേച്ചാ മതി. അയാൾ എന്തിനാ ഇവളുടെ കോളേജിലെ ക്യാൻറ്റീൻ നടത്താൻ ചെന്നത്? അത് പല്ലവി ചേച്ചിക്ക് വേണ്ടിട്ടാ എന്ന് പറഞ്ഞു. അതെ, പല്ലവി ചേച്ചിക്ക് ദേ അവളാണെങ്കിലോ അതിലും ബെസ്റ്റ് സാധനം. അവളുടെ ഭർത്താവിനെ പരസ്യമായിട്ടിട്ട് തല്ലുന്നത് കണ്ട് ആസ്വദിച്ച് നിന്നവളാ അവള്. ശരിക്കും പറഞ്ഞാല് പല്ലവി ആരാ? കാമുകിയോ ഭാര്യയോ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തിയത് നിർത്താം. സേതു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുത്, അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടു. അത് ഞാൻ ഏറ്റു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ട് പൂർണിമാമ അങ്ങ് പോയി കേട്ടോ. അപ്പൊ അച്ചു പറയാണ് വേണ്ട കേട്ടോ, ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഉമ്മ സെന്റിമെന്റ്സ് അടിക്കാതെ പോവാൻ നോക്ക, എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു സ്വാതി. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതു കൊണ്ടുള്ള പണിയൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ ആടി കൊണ്ട് ചതഞ്ഞ് നടക്കാൻ പോലും ആകാതെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്ന് വിളിച്ചു. അയ്യോ മോനെ എന്ത് പറ്റി നിനക്ക്? ഇതെന്താ പറ്റിയ എന്ന് ചോദിച്ചു. അമ്മേ അവൻ എന്നെ തല്ലി അമ്മേ. ഞാനും തിരിച്ചു തല്ലി, പക്ഷേ എങ്കില് ആരോഗ്യം അവനാ കൂടുതൽ. അതുകൊണ്ട് ഇപ്പൊ ക്ഷതം മുഴുവൻ എനിക്കാ കിട്ടിയത് എന്ന് പറഞ്ഞു. എന്താടാ പറ്റിയത്? അമ്മേ എന്റെ പെണ്ണിന്റെ മുമ്പിലിട്ട് അവൻ എന്നെ തല്ലിയമ്മേ, അവനെ പട്ടിയെ പോലെ തല്ലിയമ്മേ. അത് കണ്ട് അവള് ഉള്ളുകൊണ്ട് സന്തോഷിച്ചു കാണും അല്ലേ അമ്മേ? എന്താ ഉണ്ടായെന്ന് പറ. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് എന്താ? അതിന് വലിയ പ്രസക്തി ഇല്ലമ്മേ. ഞാൻ തോറ്റു. ഞാൻ എന്തായാലും നടക്കേണ്ടത് നടന്നു. ഞാൻ നാണം കെട്ടു. ഇപ്പൊ ഞാൻ എല്ലാവരുടെ മുൻപിൽ ആരാണെന്ന് അമ്മയ്ക്കറിയോ? വെറും ജോക്കർ. അതേമ്മേ, ഞാൻ ശരിക്കും ഒരു ജോക്കറായി മാറി എന്ന് പറഞ്ഞു. അതെ,
അപ്പൊ വേഗം തന്നെ ഇവനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കിടക്കുകയാണ്. സത്യം അമ്മ ഞാനീ പറയണത്. ഷോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു ബഫൂണായി. സ്വന്തം ഭാര്യയെ നോക്കാനായിട്ട് അതും അറിയില്ല. പിന്നെ അത് മാത്രമല്ല, എന്താ പറയാ, ഒന്നിനും അറിയില്ല, തല്ലാനും അറിയില്ല. ഐ ആം നോട്ട് എ മാൻ, ഐ ആം നോട്ട് എ മാൻ. അമ്മേ സത്യം പറയട്ടെ, ഞാൻ പറയുന്നത് സത്യസ്ഥമായ കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.